നമസ്കാരം. നമ്മളോടൊപ്പം ഇന്ന് ശ്രീ യൂസഫ് സലീമുണ്ട്. ശ്രീമതി ഇർഫാനയുടെ ആ നടപടി, RSSകാരന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയ നടപടി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളും ഒക്കെ വളരെ ഏറ്റെടുത്തതാണ്. അത് ഏറ്റെടുത്തതിന്റെ കാരണം ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമുക്കൊരു മനുഷ്യത്വം വേണം എന്നുള്ള ഓരോ വ്യക്തിയുടെയും തിരിച്ചറിവാണ്. വിദ്വേഷമോ വർഗീയതയോ വിഭാഗീയതയോ വിഭജനമോ അല്ല നമുക്ക് വേണ്ടത്. യോജിപ്പിന്റെ ഒരുമയുടെ സ്വരങ്ങളാണ്, മതസൗഹാർദ്ദത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും ലക്ഷണങ്ങളാണ്. ഈ സംഭവം വന്നപ്പോഴാണ് ശ്രീ യൂസഫ് സലീം അദ്ദേഹം കൂടി ഇടപെട്ട സമാനമായൊരു സംഭവത്തെക്കുറിച്ച് ഞാൻ അറിയുകയുണ്ടായത്. അങ്ങനെയാണ് അദ്ദേഹവുമായിട്ടുള്ളൊരു സംഭാഷണത്തിന് കളമൊരുങ്ങിയത്. യൂസഫ് സാർ, അങ്ങയെ ഒന്ന് പരിചയപ്പെടുത്താം നമ്മുടെ പ്രേക്ഷകർക്കായി. അതോടൊപ്പം ഈ സംഭവത്തെക്കുറിച്ചും വിവരിക്കാം. യൂസഫ് സലീം എന്നാണ് പേര്. സ്വദേശം കൊല്ലമാണ്. ദീർഘകാലം പ്രവാസ ജീവിതം നയിച്ചിരുന്നു. മസ്കറ്റിൽ ആയിരുന്നു, സുൽത്താനറ്റ് ഓഫ് ഒമാനിൽ സോഹാർ എന്ന സ്ഥലത്തായിരുന്നു ഞാൻ പ്രവാസ ജീവിതം നയിച്ചത്. ഇപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗമായും KMCC വെൽഫെയർ വിങ്ങിന്റെ സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരുന്നു. നീണ്ട 18-20 വർഷക്കാലത്തോളം പ്രവാസ ജീവിതം നയിച്ചിരുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു മനസ്സിനെ ഹർട്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു കോവിഡ് കാലഘട്ടത്തിലെ ആന്ധ്ര സ്വദേശിനിയായ സുലോചന എന്ന ഒരു യുവതിയുടെ മരണം. ആ സമയത്ത് ആ മൃതദേഹം ഏറ്റെടുക്കാൻ ഇബ്ര എന്ന് പറയുന്ന എൻ്റെ സ്ഥലത്ത് നിന്ന് ഏകദേശം 1000-ഓളം കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലമായിരുന്നു ഇബ്ര എന്ന് പറയുന്ന സ്ഥലം. ഇന്ത്യൻ എംബസി ഈ മരണവാർത്ത അറിഞ്ഞതിന് ശേഷം, മരണ വാർത്ത അറിഞ്ഞതിന് ശേഷം ആ മൃതദേഹം അടക്കം ചെയ്യുന്നതിന് വേണ്ടി നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടും ആ കോവിഡ് സമയത്ത് ആ മൃതദേഹം ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് വേദനാജനകമായ ഒരു സംഭവം. ഈ സമയം എംബസിയുടെ കൗൺസിൽ സേവനങ്ങളിൽ സഹായിച്ചു വരുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ എംബസിയുടെ കൗൺസിൽ സെക്രട്ടറി അംബാസഡർ മുഖാന്തരം വിനീതനുമായി ബന്ധപ്പെടുകയും ഞാൻ ആ ദൗത്യം ഏറ്റെടുക്കുകയുമാണ് ഉണ്ടായത്. ആംബുലൻസിൽ അവരുടെ ഡെഡ് ബോഡി സൂക്ഷിച്ചിരുന്ന സ്ഥലത്തെത്തി ആ മൃതദേഹം കൊണ്ടുവരികയും ഹിന്ദു ആചാരപ്രകാരം സുൽത്താനറ്റ് ഓഫ് ഒമാനിൽ ആ മൃതദേഹം സംസ്കരിക്കുന്ന ഏക സ്ഥലം സോഹാർ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ശ്മശാനമാണ്. അവിടെ പ്രത്യേകമായ പൂജാരിയും അതുപോലെ സംവിധാനങ്ങളും ഒക്കെ നിലവിലുള്ള സുൽത്താനറ്റ് ഓഫ് ഒമാനിലെ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഒരു സ്ഥലമാണ് അവിടെ. ആ മൃതദേഹം കൊണ്ടുവരികയും ആ ഹിന്ദു കസ്റ്റം അനുസരിച്ച് ചിതയൊരുക്കുകയും തടികൾ കൊണ്ടുവന്ന് കൂട്ടിയിടുകയും ആ മൃതദേഹം അതേപോലെ തന്നെ ഞങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ആ കോവിഡ് സമയത്ത് പൂർണ്ണമായും ഞങ്ങൾ അതിൻ്റെ പ്രൊട്ടക്ഷൻ കവറുകൾ ഒക്കെ ധരിച്ച് ഞങ്ങൾ ആ മൃതദേഹം എടുത്തുകൊണ്ട് വന്ന്, ഞങ്ങൾ 3 പേരാണ് ഉണ്ടായിരുന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സോഹാർ KMCCയുടെ സെക്രട്ടറി ആയിരുന്ന ഹാരിസ്, അതുപോലെ മറ്റൊരു ഭാരവാഹിയായിരുന്ന മുസ്തഫ മുഴപ്പിലങ്ങാട് എന്നിവരായിരുന്നു എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. ഞങ്ങൾ ശ്രീ മുസ്തഫയുടെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തത് ഫേസ്ബുക്കിൽ, അങ്ങനെ ഒരു മുസ്തഫയുടെ പോസ്റ്റ് അത് ഞാൻ കാണുകയുണ്ടായി. അതാണ് ആ സംഭവം. ആ മൃതദേഹം ഞങ്ങൾ ചിതയിലേക്ക് എടുത്ത് വെക്കുകയും ചിതയ്ക്ക് ആവശ്യമായ തടികൾ ഞങ്ങൾ തന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അതോടൊപ്പം നിമജ്ജനം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയത്. അവിടെ ഉണ്ടായിരുന്ന ഗുജറാത്ത് സ്വദേശിയായ ഒരു പൂജാരി, അദ്ദേഹം ആണ് അന്ത്യകർമ്മങ്ങൾ വളരെ ദൂരെ നിന്നാണ്, അദ്ദേഹത്തിന് പോലും ആ മൃതദേഹത്തോട് അടുത്തു വരാൻ അന്നേരത്തെ ഒരു സാഹചര്യത്തിൽ, അദ്ദേഹത്തെ കുറ്റം പറയുകയല്ല, അന്നേരത്തെ ഒരു സാഹചര്യത്തിൽ ഒരു കോവിഡ് ബാധിതയായി മരണപ്പെട്ട ഒരു യുവതിയുടെ മൃതദേഹത്തിനരികിൽ വരാൻ പോലും ആളുകൾ മടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് KMCCയുടെ ഒമാൻ ഘടകത്തിന്റെ ദേശീയ ട്രഷറർ എന്ന നിലയിൽ ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയും എൻ്റെ സഹഭാരവാഹികൾ വളരെ കൃത്യതയോടു കൂടി ആ മൃതദേഹം സംസ്കരിക്കുവാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കുകയും ചെയ്തത്. ഇത് ഞങ്ങളുടെ പ്രവാചകൻ, എൻ്റെ ഇസ്ലാമിക വിശ്വാസ പ്രകാരം പ്രവാചകന്റെ ഒരു അധ്യാപനമാണ്. അത് മരണപ്പെട്ടവർ ആരും ആയിക്കൊള്ളട്ടെ, ഏത് മതവിശ്വാസി ആയിക്കൊള്ളട്ടെ, ആ മൃതദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് ഇസ്ലാമിക ബാധ്യതയാണ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ് ഞങ്ങൾക്ക് ഇതിന് കരുത്തേകിയത്. ഞങ്ങൾക്ക് ഈ ദൗത്യം ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകിയത് പാണക്കാട് സയ്യിദ്
സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള ഞങ്ങളുടെ അന്ന് ജീവിച്ചിരുന്ന മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങളെ പോലെയുള്ള അവരുടെയൊക്കെ അകമഴിഞ്ഞ പിന്തുണയും അതുപോലെ ഇത് ഏറ്റെടുക്കണമെന്ന അവരുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചാണ് ഞങ്ങൾ ഈ ദൗത്യമൊക്കെ ഏറ്റെടുത്തത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ മൃതദേഹം അവിടെ ഹിന്ദു ആചാരപ്രകാരം സംസ്കരിക്കുവാനുള്ള നേതൃത്വം നൽകി. അത് അങ്ങ് കാണിച്ചത് വലിയൊരു മനസ്സാണ്. ഇത്തരം വിഷയങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടി വരുന്നത് ഒരുപക്ഷെ വിഷമമാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യരും ഇത് ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് കേരളം പോലൊരു ബഹുസ്വര മതേതര അല്ലെങ്കിൽ മതസൗഹാർദ്ദ സംസ്ഥാനത്തിലും സംസ്കാരത്തിലും എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ വിദ്വേഷവും വെറുപ്പും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലടക്കം വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരം നല്ല കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് അത്തരം വിഷങ്ങളുടെ കൂടെ അല്ലെങ്കിൽ അത്തരം നെഗറ്റീവുകൾ കൂടി ഇല്ലാതാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അങ്ങ് ചെയ്ത ആ കാര്യം വളരെ പോസിറ്റീവാണ്. ഇപ്പൊ ശ്രീമതി ഇർഫാന ചെയ്ത പോലെ അത് ഒരുപാട് സമൂഹത്തിൽ നന്മ സൃഷ്ടിക്കും, പോസിറ്റിവിറ്റി സൃഷ്ടിക്കും, സാഹോദര്യവും സൗഹാർദ്ദവും സൃഷ്ടിക്കും. മുസ്ലിം ലീഗ് അടുത്തിടയ്ക്ക് കൊടുത്ത കുടുംബങ്ങളിലെല്ലാം ഹിന്ദു കുടുംബങ്ങളിൽ അവരുടെ ഗണഹോമത്തിനടക്കമുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തത് വലിയൊരു കാര്യമാണ്. അത് വലിയൊരു മനസ്സാണ്. അത് ആ നന്മ പ്രത്യേകിച്ച് പണക്കാലങ്ങൾ കുടുംബത്തിന്റെ അടക്കം അവരുടെ ഒരു ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഈ കോവിഡ് സമയത്താണ് ഞങ്ങളുടെ ഈ പ്രവർത്തനം ഏറ്റവും കൂടുതൽ അഗ്രസീവായ, അതായത് ഐസൊലേറ്റഡ് വാർഡുകളിൽ കഴിയുന്ന കോവിഡ് രോഗികളായ ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുകയും മരുന്ന് എത്തിക്കുകയും ചെയ്യുക എന്നുള്ള വലിയ ഒരു ഡ്യൂട്ടി ഞങ്ങൾ ആ കൃത്യതയോടുകൂടി സംസ്ഥാന മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ എല്ലാ നിർദ്ദേശങ്ങളും ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളുടെ എല്ലാ നിർദ്ദേശങ്ങളും ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ മരുന്ന് കിടപ്പ് രോഗികളായ അല്ലെങ്കിൽ കോവിഡ് ബാധിതരായ ആളുകൾക്ക് മരുന്നുകൾ എത്തിക്കുന്നതിനും അവർക്ക് ഭക്ഷണം എത്തിക്കുന്നതിനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഒമാനിൽ നിന്ന് മാത്രം 28 ഫ്ലൈറ്റുകളാണ്, അതായത് ഒരു ഫ്ലൈറ്റും എയർപോർട്ടുകൾ മുഴുവൻ ക്ലോസ് ആക്കിയ ഒരു സമയത്ത് 28 ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്തിട്ടാണ് ഗർഭിണികളും അതുപോലെ രോഗബാധിതരുമായ ആളുകളെ, അത് ജാതിമത ഭേദമന്യേ നമ്മൾ ഏറ്റവും നിരാലംബരായ ആളുകളെ അന്ന് നാട്ടിലേക്ക് എത്തുവാൻ യാതൊരു ആശ്രയവും ഇല്ലാതിരുന്ന ഒരു സമയത്താണ് ഏവിയേഷൻ മിനിസ്ട്രിയുടെ പ്രത്യേക പെർമിഷൻ എടുത്തുകൊണ്ട് പ്രത്യേകമായ ഫ്ലൈറ്റ് 28ഓളം ഫ്ലൈറ്റുകൾ ഞങ്ങൾ അവിടെ നിന്ന് ചാർട്ട് ചെയ്ത് ആ മുഴുവൻ കേരളീയരായ ആളുകളെയും ഈ കേരളത്തിലെ വിവിധ എയർപോർട്ടുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത് ഇന്നും ഞാൻ ഓർക്കുന്നു. അതിന്റെ ചീഫ് കോർഡിനേറ്റർ എന്ന നിലയിൽ, ഒമാനിലെ ചീഫ് കോർഡിനേറ്റർ എന്ന നിലയിൽ ആ ദൗത്യം നിർവഹിക്കുവാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥവും ഞാൻ പങ്കുവെക്കുകയാണ്. വളരെ സന്തോഷം. അങ്ങയുടെ അടക്കം KMCയുടെ അടക്കം നമ്മുടെ എല്ലാ സന്നദ്ധ സംഘടനകളും അത്തരം പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികളുടെ ഇടയിലാണ് അങ്ങനെ സാഹോദര്യം ഏറ്റവും കാണുന്നത്. ആ പ്രവാസികളുടെ ആ സാഹോദര്യത്തിൻ്റെയും വിശ്വമാനവികതയുടെയും മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അങ്ങയുടെ അനുഭവം പങ്കുവെച്ചതിന് വളരെ നന്ദി. സമൂഹത്തിൽ കൂടുതൽ നന്മ പകരാൻ ഇത്തരം അനുഭവം പങ്കുവെക്കലുകൾ നമുക്ക് ഗുണം ചെയ്യട്ടെ. താങ്ക് യു. ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം കൂടി, അതായത് ഞങ്ങൾ ചെയ്യുന്ന വളരെ വിലപ്പെട്ട സേവനങ്ങൾ ചിലത് മാത്രം, എല്ലാം നമുക്ക് സൂചിപ്പിക്കാനുള്ള സമയം ഇവിടെ ലഭിക്കുന്നില്ല എങ്കിൽ തന്നെയും ഈ കോടതികളിൽ എത്തുന്ന നിരപരാധികളായ ഒട്ടേറെ ആളുകളുണ്ട്. അവർക്ക് കോടതികളിൽ ഏറ്റവും കൂടുതൽ അവിടുത്തെ ഭാഷ, അതായത് അറബി ഭാഷയിലാണ് അവിടെ കോടതി വ്യവഹാരങ്ങൾ നടക്കാറുള്ളത്. ജഡ്ജിമാരുടെ അഭിപ്രായങ്ങൾ അത് ഇന്ത്യക്കാരായ ആളുകൾക്ക് അത് ജഡ്ജിമാരുടെ അല്ലെങ്കിൽ വക്കീലന്മാരുടെ പ്രോസിക്യൂട്ടർമാരുടെ ചോദ്യങ്ങൾ അത് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ദൗത്യം കൂടി KMCCയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഏറ്റെടുത്തിരുന്നു. അതുപോലെ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന ആളുകളെ അവരുടെ ചെറിയ ചില്ലറ പ്രശ്നങ്ങൾക്കൊക്കെ തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വം അതുപോലെയുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകളെയും സംരക്ഷിക്കുകയും അവരെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും അവർക്ക് ടിക്കറ്റ് കൊടുത്ത് നാട്ടിലെത്തിക്കുകയും ചെയ്യുന്ന വലിയ ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ പ്രവാസികൾ എന്ന നിലയിൽ KMCCയുടെ നേതൃത്വത്തിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യം കൂടി KMCCയുടെ പ്രവർത്തനങ്ങൾ അറിയാം. ഞാൻ KMCCയുടെ പരിപാടിയിൽ 1-2 പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും വളരെ നന്ദി യൂസഫ് സാർ, അങ്ങ് അനുഭവം പങ്കുവെച്ചത്. താങ്ക് യു.